നമസ്കാരം. വിഷ്ണുനായി സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിലെ വാസ്തുദോഷം മാറുന്നതിന് വേണ്ടിയിട്ട്, വീടുകളിൽ ഐശ്വര്യം സമ്പത്തും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മഹാലക്ഷ്മി ദേവിയുടെ ദിവ്യരൂപമായ വാസ്തുഗൃഹലക്ഷ്മിയെ ആരാധിക്കുന്നുണ്ട്. വാഴപ്പഴത്തിന്റെ പശ്ചാത്തലത്തിൽ പശുവിനോടൊപ്പം നിൽക്കുന്ന ദേവിയുടെ രൂപമാണിത്. വീട്ടിലെ എല്ലാ വാസ്തുദോഷങ്ങളും നീക്കം ചെയ്യുന്നതിനും വീട്ടിലുള്ളവർക്ക് ഐക്യവും സമൃദ്ധവുമായ അന്തരീക്ഷം ഉറപ്പാക്കാനും വീടുകളിൽ വാസ്തുഗൃഹലക്ഷ്മിയെ ആരാധിക്കുന്നു. ഗൃഹലക്ഷ്മി ദേവി ഭാഗ്യവും സമ്പത്തും ഐശ്വര്യവും എല്ലാം വീട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് വിശ്വാസം. ഗൃഹലക്ഷ്മിയുടെ ഫോട്ടോ പ്രധാന വാതിലിന് ഉള്ളിലായിട്ട് വേണം ഗൃഹലക്ഷ്മിയുടെ ഫോട്ടോ വെക്കേണ്ടത്. എന്ന് വെച്ചാൽ മഹാലക്ഷ്മി കാലെടുത്ത് വെക്കുന്നത് വീട്ടിലേക്ക് ഉള്ളിലേക്ക് വരുന്നു എന്ന വിശ്വാസത്തിൽ ഗൃഹലക്ഷ്മിയുടെ കൈവശം വെച്ചിരിക്കുന്ന സ്വർണ്ണ നാണയങ്ങളിൽ ഒരു കലവും ഗൃഹലക്ഷ്മി വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുഴുവൻ ഒഴുകുന്നു എന്നാണ് വിശ്വാസം. ആ ഭാഗ്യത്തിന്റെ വരവിനെ പ്രീതികരിക്കപ്പെടുന്നു. ഗൃഹലക്ഷ്മിയുടെ ശുഭകരമായ പ്രവേശനത്തെ ഊന്നി പറയുന്ന മാവിലകളും പൂക്കളും കൊണ്ട് അലങ്കരിച്ച 2 വാഴപ്പഴങ്ങൾ എപ്പോഴും പടിവാതിക്കൽ തന്നെ കാണുന്ന രീതിയിലാണ് ഗൃഹലക്ഷ്മിയുടെ ഫോട്ടോ. വാസ്തു ഗൃഹലക്ഷ്മിയെ വീട്ടിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുമ്പോൾ 16 തരം സമ്പത്ത് വളർന്നു എന്നാണ് വിശ്വാസം. അതിൽ വിദ്യാഭ്യാസവും അറിവ്, ദീർഘായുസ്, വൈവിധ്യം, യുവത്വം, വീര്യം, ബഹുമാനം, സ്വർണം, സമ്പത്ത്, പ്രശസ്തി, ഭൂമി, നല്ല സന്തതികൾ, നല്ല ചുറ്റുപാടുകൾ, നല്ല ആരോഗ്യം, വിജയം എല്ലാം നമുക്ക് കിട്ടുമെന്നാണ് വിശ്വാസം. വാസ്തുഗൃഹലക്ഷ്മി ലക്ഷ്മി ദേവിയുടെ മറ്റു ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഉള്ളത്. പൂജാമുറിയിൽ വാസ്തുഗൃഹലക്ഷ്മിയെ വെക്കരുത്. പകരം ദേവിയുടെ പ്രതിച്ഛായ വീടിനുള്ളിൽ പ്രധാന വാതിലിന് മുകളിലായി വേണം സ്ഥാപിക്കാൻ. ഇത് ദേവിയുടെ വീട്ടിലേക്കുള്ള പ്രവേശനത്തെ പ്രീതികരിക്കപ്പെടുന്നു. ഇങ്ങനെ വെക്കുന്നത് മൂലം വീട്ടിലേക്ക് ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ കടന്നു വരുന്നു എന്നാണ്. വാസ്തുഗൃഹലക്ഷ്മിയുടെ ഫോട്ടോ വാതിൽപ്പടിയിൽ വെച്ചാൽ വീട്ടിലെ എല്ലാ വാസ്തുദോഷങ്ങളും അലിയിക്കാനും നീക്കം ചെയ്യാനൊക്കെ കഴിയുന്നതാണ്. വാസ്തുഗൃഹലക്ഷ്മിയുടെ ചിത്രം വാതിൽപ്പടിന് മുകളിൽ സ്ഥാപിച്ചാൽ ആളുകൾക്ക് ആരോഗ്യം നല്ലതായിരിക്കും. വാസ്തുഗൃഹലക്ഷ്മി സ്ഥിതി ചെയ്യുന്ന വീടുകളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം മികച്ചതായിരിക്കും. വിദ്യാർത്ഥിനികൾക്ക് നല്ല ഓർമ്മശക്തിയും ഏകാഗ്രതയ്ക്ക് ഉണ്ടാകുന്നതായിരിക്കും. വാസ്തുഗൃഹലക്ഷ്മി വെക്കുന്നത് മൂലം നിങ്ങൾ ഒരു വാടക വീട്ടിലാണെങ്കിൽ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു വീട് വാങ്ങിക്കാനൊക്കെ യോഗം കിട്ടുന്നു. വാസ്തുഗൃഹലക്ഷ്മിയെ ആരാധിക്കുന്നതിലൂടെ വീടുകളിലെ ദൃഷ്ടിദോഷമോ ബാധാദോഷമോ വീട്ടുകളിലെ കുടുംബദോഷങ്ങളോ എല്ലാം മാറുന്നതായിരിക്കും. ദേവി നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. വാസ്തുഗൃഹലക്ഷ്മിയെ ആരാധിക്കുമ്പോൾ ദേവിയെ പ്രീതിപ്പെടുത്താനായി നിങ്ങളുടെ വീടും സ്ഥലവും വൃത്തിയായി സൂക്ഷിക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ ഭക്ഷണവും താമരപ്പൂക്കളും സമർപ്പിക്കുക. കൂടാതെ ഓം ഗൃഹലക്ഷ്മിയെ നമഃ എന്ന മന്ത്രം അല്ലെങ്കിൽ ആഴ്ചയിൽ 108 തവണയെങ്കിലും ജപിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ വാസ്തുഗൃഹലക്ഷ്മിയെ ആരാധിക്കുന്നതിന് മൂലം നിങ്ങളുടെ വീടുകളിലെ എല്ലാ പ്രശ്നങ്ങളും നീങ്ങുകയും സമ്പത്തും ആരോഗ്യവും സ്വർണ്ണവും അങ്ങനെ എല്ലാവിധ ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ഗൃഹലക്ഷ്മിയെ വീട്ടിൽ പാർപ്പിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് വാങ്ങാനുള്ള സമ്പത്ത് നൽകും. നിങ്ങൾ ഒരു വാടക വീട്ടിലാണെങ്കിൽ അത് മറ്റൊരു വീട് വാങ്ങാനുള്ള സമ്പത്തും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഗൃഹലക്ഷ്മിയെ സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഐശ്വര്യവും ഭാഗ്യവും എല്ലാം കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.